ഹലോ, നമ്മൾ ഇനി അടുത്തത് തേർഡ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിനെ വെച്ചിട്ട് സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുന്നതാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് ബീമിൻ്റെ അനാലിസിസ് പഠിക്കാം, ദെൻ ബീം പഠിക്കണം, ദെൻ ഫ്രെയിം പഠിക്കണം, അതുപോലെ തന്നെ ട്രസ്സും പഠിക്കണം. അപ്പോൾ ഇത് കുറച്ച് ലെങ്തിയാണ്, കുറേ പ്രോബ്ലംസ് നമുക്ക് ചെയ്താലേ ഈ മെത്തേഡ് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബീമിൻ്റെ അനാലിസിസ് നോക്കാം. അതിൽ ഫസ്റ്റ് പ്രോബ്ലംസ് അപ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ സ്റ്റെപ്സ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അനലൈസ് ദ ബീം യൂസിങ് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് ആൻഡ് ഡ്രോ ദ ബെൻഡിങ് മൊമെൻറ്റ് BMD ആൻഡ് SFD ഷിയർ ഫോഴ്സ് ഡയഗ്രാം. EI ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ ദ മെമ്പേഴ്സ്. അതായത് ഒരു ബീം തന്നിട്ടുണ്ട്, ഒരു ഫിക്സഡ് ബീം, ഒരു കണ്ടിന്യൂസ് ബീം തന്നിട്ടുണ്ട്, ഒരെൻഡ് ഫിക്സഡും രണ്ടെൻഡ് റോളറുള്ള ഒരു കണ്ടിന്യൂസ് ബീം. സ്പാൻ എ ബിയിൽ UDL ആണ് സ്പാൻ എ ബിയിലുള്ളത് 40 kN/m. സ്പാൻ BCയിൽ 40 kN പോയിന്റ് ലോഡ് അറ്റ് സെൻറ്ററിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അനലൈസ് ചെയ്യാനാണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് അനലൈസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി, അതിൻ്റെ ഇൻഡിറ്റർമിനസി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ബീമിൻ്റെ കേസിൽ അതിൻ്റെ ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിറ്റർമിനസി നമ്മളിങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇൻഡിറ്റർമിനസി ബീമിൻ്റെ കേസിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R മൈനസ് N എന്നാണ്. R എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റിയാക്ഷൻസ്, N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. നമ്മൾ ബീമിൻ്റെ കേസിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് അല്ല ഹൊറിസോണ്ടൽ ട്രാൻസ്ലാക്ഷൻസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. സോ N = 2 ആണ് വരുന്നത്. ഓക്കെ, R എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ ഓരോ സപ്പോർട്ടിൻ്റെയും റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഫിക്സഡ് സപ്പോർട്ടാണ്. ഫിക്സഡ് സപ്പോർട്ടിന് ആക്ച്വലി 3 റിയാക്ഷൻസ് ആണ് ഉള്ളത് ജനറൽ കേസിൽ. പക്ഷേ നമ്മൾ ഇതിൻ്റെ കേസിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഫിക്സഡിൻ്റെ കേസിൽ നമ്പർ ഓഫ് റിയാക്ഷൻ 2 വരും. ഓക്കെ, റോളറിൻ്റെ കേസിൽ റോളറിന് ഒരു വേർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ റോളറിനുള്ളൂ, അപ്പോൾ അവിടെ 1 വരും. അതുപോലെ തന്നെ ഇവിടെ റോളറുണ്ട്, അവിടെ റിയാക്ഷൻ 1 വരും. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ R എന്ന് പറയുന്നത് 2 + 1 + 2, that is 4, and N equal to 2. Okay, N equal to 2. സോ അതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി വരുന്നത് എന്തായിരിക്കും? സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി വരുന്നത് 4 - 2 2 ആണ് വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. DS = R - N ആണ്. Rൻ്റെ വാല്യൂ 4 വരും, N 2 വരും. സോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഈസ് ഈക്വൽ ടു വരുന്നത് 2 ആയിരിക്കും വരുന്നത്. അതവിടെ എഴുതിയത് തെറ്റാണ്. ഇവിടെ എഴുതിയത് തെറ്റാണ്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 2 ആണ് കിട്ടുന്നത്. സോ നമ്പർ ഓഫ് റിഡൻഡൻസ് 4 അല്ല 2 ആണ്. അതെല്ലാവരും മാറ്റി ചെയ്താൽ നമ്പർ ഓഫ് റിഡൻഡൻസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അതായത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 2 ആണ്. ഇൻഡിറ്റർമിനസി 2 ആണെങ്കിൽ അത്രയും റിഡൻഡൻസിൻ്റെ നമ്പർ ഓഫ് റിഡൻഡൻസിയും എത്രയാണോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയിൽ അത്രയും നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ നമ്പർ ഓഫ് റിഡൻഡൻസി ഈസ് 2. അതുകൊണ്ടാണ് നമ്മളിവിടെ X1 X2 എന്ന് പറഞ്ഞിട്ട് റിഡൻഡൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബീമിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 2 കിട്ടി. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിൻ്റെ റിഡൻഡൻ്റ് ഏതൊക്കെയാണെന്ന് കൺസിഡർ ചെയ്യണം. റിഡൻഡൻ്റ് എന്ന് പറയുമ്പോൾ ഈ റോളർ സപ്പോർട്ടിലെ വെർട്ടിക്കൽ റിയാക്ഷനും അതുപോലെ തന്നെ ഈ റോളർ സപ്പോർട്ടിൽ DS = 2 ആണ്. സോ 2 റിഡൻഡൻ്റ് ഉണ്ടാവും. അവൻ റിഡൻഡൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ റോളർ സപ്പോർട്ടിലെ വെർട്ടിക്കൽ റിയാക്ഷനും അതുപോലെ തന്നെ ഈ C എന്ന് പറയുന്ന റോളർ സപ്പോർട്ടിലെ വെർട്ടിക്കൽ റിയാക്ഷനാണ് നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് എടുക്കുന്നത്. അതിന് വെർട്ടിക്കൽ റിയാക്ഷൻ നമ്മൾ X1 X2 എന്ന് നമ്മൾ നെയിം കൊടുത്തു റിഡൻഡൻസിന്. ഓക്കെ, ഞാനിവിടെ X1 X2 എന്ന് നെയിം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു നമ്മൾ ചെയ്തത്? സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ അതിൻ്റെ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? ആ ഒരു പെർട്ടിക്കുലർ ബീമിനെ ഓരോ സ്പാനായിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ ഓരോ സ്പാനിൻ്റെയും ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ട് അതിന് എന്ത് ചെയ്യുക? അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പാൻ AB കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് സ്പാൻ ABയിൽ ഇതാണ് സ്പാൻ AB ഇവിടെ കൊടുത്തിട്ടുണ്ട്. UDL ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്പാൻ ABയിൽ UDL ആകുമ്പം ഇവിടെയുള്ള ഫിക്സഡ് ആൻഡ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് ഇക്വേഷൻ WL² ആണ്. W എന്ന് പറയുന്നത് 40 kN/m ആണ്. സോ 40 × L എന്ന് പറയുന്നത് അതിൻ്റെ സ്പാൻ്റെ ലെങ്ത്ത് L എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 40 × വരുന്നത്
അപ്പോൾ ഇവിടെയുള്ള ഈ മൊമെൻറ്റിൻ്റെ വാല്യൂ ഒരു WL²/12 ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40 × 4²/12. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 53.33 എന്നാണ് കിട്ടുക. അവിടെയുള്ള മൊമെൻറ്റ് ഫിക്സ്ഡ് മൊമെൻറ്റ് അങ്ങനെയാണ് ഇവിടെ 53.33 എന്ന് കിട്ടുക. അതേ സെയിം മൊമെൻറ്റിനായിരിക്കും അതിൻ്റെ റൈറ്റ് സൈഡിൽ എൻഡിലും ഉണ്ടാവും, പക്ഷേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൊമെൻറ്റ് 53.33 WL²/12. അപ്പോൾ നമുക്ക് ഫിക്സ്ഡ് മൊമെൻറ്റ് കിട്ടി. അതിൻ്റെ ഫിക്സ്ഡ് റിയാക്ഷൻ കൂടി കണ്ടുപിടിക്കണം. ഫിക്സ്ഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ഇക്വേഷൻ എന്താ? UDL ആണെങ്കിൽ WL/2 ആണ്. ഓക്കെ, W എന്ന് പറയുമ്പോൾ 40, അപ്പോൾ 40 × 4/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 80 kN കിട്ടും. 80 kN ആണ് ഇവിടെയുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്. 80 kN RAയും RB1ഉം 80 kN കിട്ടി. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് സ്പാൻ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് സ്പാനിനകത്ത് ആക്ട് ചെയ്യുന്നത് ഒരു പോയിന്റ് ലോഡാണ്, സെൻട്രലാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ പോയിന്റ് ലോഡാണെങ്കിൽ അതിൻ്റെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് ഇക്വേഷൻ WL/8 അല്ലെ PL/8. W എന്ന് പറയുന്നത് 40 ആണ്, L എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 40 × 6/8 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 30 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 30 മൊമെൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ 30 എന്നുള്ള മൊമെൻറ്റ് കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുക? പോയിന്റ് ലോഡ് ആണെങ്കിൽ W/2 ആയിരിക്കും ഉണ്ടാവുക. W/2 W എന്ന് പറയുന്നത് 40, സോ 40/2 എന്ന് പറയുമ്പോൾ 20. അങ്ങനെ ഇവിടെയും 20 കിട്ടും, ഇവിടെയും 20 കിട്ടും. ഓക്കെ, അതാണ് അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളതിനെ എന്ത് ചെയ്യുക? ഓരോ സ്പാന് ആ ടോട്ടൽ ബീമായിട്ട് എന്നിട്ട് അതിൻ്റെ റിയാക്ഷനും മൊമെൻറ്റും ഒക്കെ മാർക്ക് ചെയ്യുക. അതിനെ കമ്പൈൻ ചെയ്യുക. ഈ ഒരു ജംഗ്ഷൻ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ ജംഗ്ഷനിൽ B എന്ന് പറയുന്ന ജംഗ്ഷനിൽ 2 മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് അതിനെ കമ്പൈൻ ചെയ്തിട്ട് എഴുതുക. അതാണ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എൻഡിൽ ഇത് മാത്രമേ മൊമെൻ്റ് ഉള്ളൂ. അതിൻ്റെ വാല്യൂ 53.33. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ, ഈ ജംഗ്ഷനിൽ നോക്കുമ്പോൾ 53.33 ക്ലോക്ക് വൈസ് ഉണ്ട്, 30 ആൻറ്റി ക്ലോക്ക് വൈസിലും ഉണ്ട്. അപ്പം 53.33 ക്ലോക്ക് വൈസും 30 ആൻറ്റി ക്ലോക്ക് വൈസും അപ്പം വരുന്നത് 53.33 ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ 53.33 - 30 വരുന്നത് 23.33. ഡയറക്ഷൻ എന്ന് പറയുന്നത് വലിയ മാഗ്നിറ്റ്യൂഡിലതിൻ്റെ ഡയറക്ഷൻ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ക്ലോക്ക് വൈസിൽ 23.33 എന്നത്. പിന്നെ ഈ എൻഡിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 30 ക്ലോക്ക് വൈസിൽ 30. പിന്നെ റിയാക്ഷൻ ഇവിടെ അപ്വേർഡ് റിയാക്ഷൻ 80, അത് 80 തന്നെ. പിന്നെ ഈ ഒരു ജംഗ്ഷനിൽ വരുമ്പോൾ ഇവിടെ 80 ഉണ്ട്, ഇവിടെ 20 ഉണ്ട്. സോ 80 + 20 അപ്വേർഡ് 100 വരും. പിന്നെ ഇവിടെ 20 വരും. അങ്ങനെ ഫിക്സഡ് റിയാക്ഷനും ഫിക്സഡ് മൊമെൻറ്റ്സും നമുക്ക് കിട്ടി. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ബീമിൻ്റെ. ഇനി അതിന് ശേഷം അപ്പോൾ നമ്മളതിൻ്റെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ നമുക്കതിൻ്റെ ഇക്വലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കണം. ഇക്വലൻറ്റ് ജോയിൻ ലോഡ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് കിട്ടിയ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇക്വലൻറ്റ് ജോയിൻ ലോഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ 53.33 എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ ഇക്വലൻറ്റ് ജോയിൻ ലോഡ് എടുക്കുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂ കിട്ടുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് 53.33 ആണ്. സോ ഇക്വലൻറ്റ് ജോയിൻ ലോഡ് അത് ക്ലോക്ക് വൈസ് 53.33 ആവും. പിന്നെ ഇവിടെ ക്ലോക്ക് വൈസ് 23.33 ആണ്. അത് ഇക്വലൻറ്റ് ജോയിൻ ലോഡ് വരുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ 23.33 ആവും. പിന്നെ ഇവിടെ ക്ലോക്ക് വൈസിൽ 30 ആണ്. സോ അതിവിടെ വരുമ്പം ആൻറ്റി ക്ലോക്ക് വൈസിൽ 30 ആവും. ഓക്കെ, പിന്നെ അതിൻ്റെ റിയാക്ഷൻ ഇവിടെ അപ്വേർഡ് റിയാക്ഷൻ 80, സോ ഡൗൺവേർഡ് 80 വരും. ഇവിടെ അപ്വേർഡ് 100, ഇവിടെ ഡൗൺവേർഡ് 100. ഇവിടെ അപ്വേർഡ് 20, ഇവിടെ ഡൗൺവേർഡ് 20 വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വലൻറ്റ് ജോയിൻ ലോഡ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വലൻറ്റ് ജോയിൻറ്റ് ലോഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിപെൻഡൻസി കണ്ടുപിടിച്ചു, റിഡൻഡൻസിനെ സെലക്ട് ചെയ്തു. ദെൻ അതിൻ്റെ ഇക്വലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കുക. ഓക്കെ, എത്രയാണോ സ്റ്റാറ്റിക് ഇൻഡിപെൻഡൻസി ഉള്ളത് അത്രയും റിഡൻഡൻസി ഉണ്ടാവും. ഓക്കെ, ആണ് നമ്മളെ തേർഡ് സ്റ്റെപ്പിൽ നമ്മളതിൻ്റെ അനാലിസിസ് സ്ട്രക്ചറും അതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റും അതിൻ്റെ സ്ട്രക്ചർ കോർഡിനേറ്റും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യലാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അനാലിസിസ് സ്ട്രക്ചർ, നിങ്ങളോട് എന്താണ് അനാലിസിസ് സ്ട്രക്ചർ എന്നൊക്കെയുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനാലിസിസ് സ്ട്രക്ചർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇക്വലൻറ്റ് ജോയിൻ ലോഡിൻ്റെ അകത്ത് ഏതൊക്കെ റിയാക്ഷൻസിനെ അല്ലെങ്കിൽ ഏതൊക്കെ ഫോഴ്സിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് എൻ്റെ റിസൾട്ടിൽ അത് എഫക്റ്റ് ചെയ്യൂല.
അതിനൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുക, ബാക്കിയുള്ളതിനെ മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ ഇക്വാലൻറ്റ് ജോയിനിനകത്ത് ഇത്രയും റിയാക്ഷൻസ് ഉണ്ട്, 3 മൊമെൻറ്റും ഉണ്ട്, 3 റിയാക്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഈ 6 എണ്ണം എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ 6 എണ്ണം വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പം നമ്മുടെ പ്രോബ്ലം ഭയങ്കര ലെങ്തി ആയിരിക്കും, ഇൻഡിറ്റർമിനസി ഭയങ്കരമായിരിക്കും, നമുക്ക് മെട്രിക്സ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ ഭയങ്കര മീൻസ് ഡിഫിക്കൽട്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ അകത്ത് അനാലിസിസ് സ്ട്രക്ചർ മീൻസ് നമ്മൾ അതിൻ്റെ അകത്ത് ഏതാണോ എഫക്റ്റ് ചെയ്യുന്നത് എൻ്റെ റിസൾട്ടിന് അതിനെ മാത്രം കൺസിഡർ ചെയ്യുക. നിങ്ങൾക്കത് സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു ഒരു ഐഡിയ എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി ഏതൊക്കെയാണോ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി വരുന്നത് അതിനെയാണ് നമ്മൾ അനാലിസിസ് സ്ട്രക്ചറിൽ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫിക്സഡ് ബീമിൻ്റെ കേസിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി 0, ഫിക്സഡ് ബീമിന് കൈനമാറ്റിക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇല്ല, അപ്പോൾ 0 ആണ്. അപ്പോൾ അതിൻ്റെ കേസിൽ ഒന്നും നമ്മൾ എടുക്കേണ്ട, അതിൻ്റെ റിയാക്ഷനും മൊമെൻറ്റും ഒന്നും നമ്മൾ എടുക്കേണ്ട. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളത് റോളറാണ് അല്ലേ. ഈ റോളറിൻ്റെ അകത്ത് മൊമെൻറ്റും ഉണ്ട്, റിയാക്ഷനും ഉണ്ട്. റോളറിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റോളറിൻ്റെ കേസിൽ അതിൻ്റെ മൊമെൻ്റാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിന് മൊമെൻ്റാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ അതിന് മൊമെൻ്റാണ് ഫ്രീ ആയിട്ടുള്ളത്. അതിന് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആക്ച്വലി ഫ്രീ ആണ്, പക്ഷേ നമ്മൾ ബീം ആയതുകൊണ്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ നമ്മൾ അതിൻ്റെ മൊമെൻ്റാണ് നമ്മളതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ എന്താ, ഈ റിയാക്ഷൻ കൺസിഡർ ചെയ്യേണ്ട, ഈ മൊമെൻറ്റ് മാത്രം നമ്മൾ അനാലിസിസ് സ്ട്രക്ചറിൽ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയുള്ള റോളറിൻ്റെ കേസ് വരുമ്പോൾ ഈ റിയാക്ഷൻ കൺസിഡർ ചെയ്യേണ്ട, ഈ മൊമെൻറ്റ് മാത്രം നമ്മൾ അനാലിസിസ് സ്ട്രക്ചറിനകത്ത് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ അനാലിസിസ് സ്ട്രക്ചറിനകത്ത് 2 റോളർ സപ്പോർട്ടിലുള്ള 2 മൊമെൻറ്റ്സ് ആയിരിക്കും നമ്മൾ അനാലിസിസ് സ്ട്രക്ചറിനകത്ത് നമ്മൾ അൺനോൺസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് എടുക്കേണ്ടത്. അതിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി, അതായത് ഈ റോളറിൻ്റെ മൊമെൻറ്റ്, ഇവിടെയുള്ള 2 റോളറിൻ്റെ മൊമെൻ്റാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി ആയിട്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ അനാലിസിസ് സ്ട്രക്ചറായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ അനാലിസിസ് സ്ട്രക്ചറായിട്ട് ഈ റോളറിലെ മൊമെൻറ്റും R1ഉം ഇവിടെയുള്ള R1ഉം, അതാണ് അതിൻ്റെ അനാലിസിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ R1 R2ന് ഈ അനാലിസിസ് സ്ട്രക്ചറിനകത്ത് നമ്മൾ നെയിം കൊടുത്ത R1 R2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇക്വാലൻറ്റ് ജോയിൻ ലോഡിൻ്റെ അകത്തുള്ള റിയാക്ഷൻസിൻ്റെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡിൻ്റെ അല്ലെങ്കിൽ റിയാക്ഷൻസിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മൾ ക്യാപിറ്റൽ R മെട്രിക്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ റിയാക്ഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻറ്റ് ജോയിൻ ലോഡ് എന്ന് പറയുമ്പോൾ 23.33. അപ്പോൾ R മെട്രിക്സിനകത്തുള്ള ഒന്നാമത്തെ എലിമെൻറ്റ് 23.33 ആയിരിക്കും. ദെൻ R മെട്രിക്സിൽ അടുത്ത എലിമെൻറ്റ് അതിന് R2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻറ്റ് ജോയിൻ ലോഡിൻ്റെ വാല്യൂ അത് എത്രയാണ്, 30. അപ്പോൾ R മെട്രിക്സ് നമുക്ക് അവിടെ നിന്ന് തന്നെ ഈ R1 R2 അനാലിസിസ് സ്ട്രക്ചർ എഴുതുന്ന സമയത്ത് തന്നെ നിങ്ങൾ R മെട്രിക്സ് കൂടെ അവിടെ സൈഡിൽ എഴുതി വെക്കുക. ഓക്കെ, പിന്നെ കൺഫ്യൂഷൻ വരാൻ പാടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ R1 R2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വലൻറ്റ് ജോയിൻ ലോഡിൻ്റെ വാല്യൂ അതാണ് എക്സ്റ്റേണൽ ലോഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. 23.33 30 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റിഡൻഡൻറ്റ് ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 2 ആണ് കിട്ടിയിരിക്കുന്നത്. സോ 2 റിഡൻഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഹിഞ്ച് സപ്പോർട്ടിലെ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷനും അതുപോലെ തന്നെ ഈ ഹിഞ്ച് സപ്പോർട്ടിലെ വെർട്ടിക്കൽ റിയാക്ഷനും നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് നമ്മൾ അൺനോൺസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി നമുക്കതിൻ്റെ സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ അനാലിസിസ് സ്ട്രക്ചറും ഈ സ്ട്രക്ചർ കോർഡിനേറ്റിനെയും കമ്പൈൻ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സിസ്റ്റം കോർഡിനേറ്റ്സ് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അനാലിസിസ് സ്ട്രക്ചറിൽ R1 R2 എന്ന് പറയുന്ന അൺനോൺസും അതുപോലെ തന്നെ ഈ സ്ട്രക്ചർ കോർഡിനേറ്റിൽ ഈ റിഡൻഡൻസും X1 X2 എന്ന് പറയുന്ന റിഡൻഡൻസും കമ്പൈൻ ചെയ്ത് എഴുതാം. സോ നമുക്കതിൻ്റെ എന്ത് കിട്ടും, സിസ്റ്റം കോർഡിനേറ്റ്സ് കിട്ടും. അതിന് സിസ്റ്റം കോർഡിനേറ്റ്സ് കഴിഞ്ഞ് ഇനി അടുത്തത് നമ്മൾ അതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. എലിമെൻറ്റ് കോർഡിനേറ്റ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന്. എലിമെൻറ്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മെമ്പറിന് 2 എലിമെൻറ്റ് കോർഡിനേറ്റ്സ് ഉണ്ടാവും. നമ്മളിവിടെ ഒരു ബീമിൻ്റെയും ഫ്രെയിമിൻ്റെയും ഒക്കെ കേസിൽ നമ്മളതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിൽ എൻഡിലെ റൊട്ടേഷനാണ്. അപ്പോൾ ഇവിടെ 2 സ്പാനാണുള്ളത്. അപ്പോൾ ഒരു സ്പാന് 2 ആണെങ്കിൽ 2 സ്പാനിന് 4 എലിമെൻറ്റ് കോർഡിനേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ 1 2 3 4 ഇതിനെ ക്ലോക്ക് വൈസിലാണ് നമ്മളതിൻ്റെ മൊമെൻറ്റ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലോക്ക് വൈസിലുള്ള മൊമെൻറ്റാണ് നമ്മളതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്സ് 1 2 3 4 എന്നിങ്ങനെ മാർക്ക് ചെയ്യുക. അതായിരിക്കും എലിമെൻറ്റ് കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ 3rd സ്റ്റെപ്പ് കഴിഞ്ഞു. അനാലിസിസ് സ്ട്രക്ചർ, സിസ്റ്റം കോർഡിനേറ്റ്, എലിമെൻറ്റ് കോർഡിനേറ്റ് ഫോർമുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ നമ്മൾ പഠിച്ചത്, ഫോർമുലേഷൻ ഓഫ് അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. അതായത് F മെട്രിക്സ് ഫോം ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നമ്മളുടെ എലിമെൻറ്റ് കോർഡിനേറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്താണെന്ന് ഫോർമുലേറ്റ് ചെയ്യലാണ് നമ്മൾ 4th സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൻ്റെ ഓർഡർ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും
എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഉണ്ടാവും. അപ്പോൾ ആ എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് FE എന്നാണ് പറയുന്നത്. ആ എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിനെ നമ്മൾ ഡയഗണലായിട്ട് പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോം ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 2 എലിമെൻറ്റ്സ് ആണുള്ളത്. സോ FE1 ഉണ്ടാവും, അതുപോലെ തന്നെ FE2 ഉണ്ടാവും. സോ FE1 ആൻഡ് FE2 ഇങ്ങനെ ഡയഗണലി പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മളതിൻ്റെ എന്നിട്ട് അതിൻ്റെ അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, FE1ഉം FE2ഉം കണ്ടുപിടിക്കണം. FE1 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് ഫ്ലെക്സിബിലിറ്റിൻ്റെ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ്സ് കൺസിഡർ ചെയ്തെങ്കിൽ, എലിമെൻറ്റ് കോർഡിനേറ്റ്സ് കൺസിഡർ ചെയ്തെങ്കിൽ, ഇതാണ് എലിമെൻറ്റ് കോർഡിനേറ്റ്സ് ഈ ഒരു കേസിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഫ്ലെക്സിബിലിറ്റിൻ്റെ കേസിൽ, ബീമിൻ്റെ കേസിൽ. അപ്പോൾ ഇങ്ങനെ ഇതിനെയാണ് എപ്പോഴും എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എലിമെൻറ്റ് കോർഡിനേറ്റ്സ് എങ്കിൽ നമ്മളതിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. L/6EI 2 - 1 - 1 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, L/6EI 2 - 1 - 1 2. ഓക്കെ, അപ്പം നമുക്കിവിടെ FE1 ഉണ്ടാവും, FE2 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ FE1 എന്ന് പറയുമ്പോൾ എന്താണ് വരിക, L1/6EI 2 - 1 - 1 2 എന്ന് വരും. ഓക്കെ, ഇനി FE2 ആണെങ്കിലോ FE2 = L2/6EI 2 - 1 - 1 2. ഓക്കെ, അപ്പം നമുക്ക് FE1ഉം FE2ഉം കണ്ടുപിടിക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. FE1 എന്ന് പറയുന്നത് L1/6EI 2 - 1 - 1 2. L1 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ സ്പാൻ്റെ ലെങ്ത്, അത് 4 മീറ്റർ ആണ്. സോ 4/6EI 2 - 1 - 1 2. അതിൻ്റെ വാല്യൂ 1/6EI. നമ്മൾ ഇൻ ടേംസ് ഓഫ് 1/6EIൻ്റെ ടേമിൽ കോമൺ ആയിട്ട് എഴുതുന്നു വെച്ചോ. അപ്പോൾ 1/6EI 4-നുള്ളിലേക്ക് എടുക്കാം മെട്രിക്സിൻ്റെ. അപ്പോൾ 8 - 4 - 4 8 എന്ന് വരും. ഓക്കെ, ഇനി FE2 എന്ന് വെച്ചാൽ എന്താ, L2/6EI 2 - 1 - 1 2 ആണ്. ഇനി L2നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കാം. സോ എന്ത് വരും, L2ൻ്റെ വാല്യൂ 6 ആണ്. അപ്പോൾ 6/6EI 2 - 1 - 1 2. ഇനി 1/6EI ടേംസിലേക്ക് അതിനെ മാറ്റി ചെയ്താൽ 6-നുള്ളിലേക്ക് എടുത്തിട്ട് അപ്പോൾ എന്താ വരിക, 1/6EI 6 × 2 12. 12 - 6 - 6 12 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഇട്ട് ഓരോ മെമ്പറിൻ്റെ FE1ഉം FE2ഉം കിട്ടി, 2 മെമ്പറിൻ്റെ. ഇനി അതിന് ഡയഗണലിൽ പ്ലേസ് ചെയ്ത് നമുക്ക് അൺഅസംബിൾഡ് എന്ത് കിട്ടും, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കിട്ടും. അപ്പോൾ അതാണ് അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ് എഴുതിയിരിക്കുന്നത്. F = 1/6EI രണ്ടിലും കോമൺ ആണല്ലോ, അപ്പോൾ 1/6EI പുറത്തെടുത്തു. പിന്നെ FE1ൻ്റെ അകത്തുള്ള ഫസ്റ്റ് എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്, 8 - 4 - 4 8 അത് എഴുതി. ദെൻ ഡയഗണൽ മെട്രിക്സ് ആയിട്ട് എഴുതേണ്ടതുകൊണ്ട് എന്ത് വേണം, 0 0 0 0 എന്ന് കൊടുക്കുക, ഇവിടെയും 0 0 0 0 എന്ന് കൊടുക്കുക. ദെൻ FE2 എഴുതുക. FE2 എന്ന് പറയുമ്പോൾ എന്താ, 12 - 6 - 6 12. കോമൺ ആയിട്ട് 1/6EI പുറത്തുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കിട്ടും. ഇനി ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് എന്താണ്, 2 സ്പാനാണുള്ളത്, 2 എലിമെൻറ്റ്സ് ആണുള്ളത് അല്ലേ, 2 മെമ്പേഴ്സ് അല്ലേ ഉള്ളത്. ഓരോ മെമ്പറിനും 2 എലിമെൻറ്റ് കോർഡിനേറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മെമ്പറിന് 2 എലിമെൻറ്റ് കോർഡിനേറ്റ് ഉണ്ട്, അടുത്ത മെമ്പറിനും 2 എലിമെൻറ്റ് കോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ 2 × 2 + 2 എന്താണ്, 4. അപ്പോൾ 4/4 ആണ് എന്ത് വരുന്നത്, ഈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൻ്റെ ഓർഡർ വരുന്നത് 4/4. ഒരു മെമ്പറിന് 2 എലിമെൻറ്റ് കോർഡിനേറ്റ്സ്. സോ 2 മെമ്പർ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഓർഡർ 2 + 2 4 വരും. അപ്പോൾ 4/4 ആയിരിക്കും അതിൻ്റെ ഓർഡർ വരിക, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൻ്റെ ഓർഡർ. ഓക്കെ, അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൻ്റെ. അപ്പോൾ ഇങ്ങനെ അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സോട് ഫോർമുലേറ്റ് ചെയ്യുക. അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എല്ലാവരും ഡൗട്ട് വരുന്നതും എല്ലാവരും തെറ്റിക്കുന്നതുമായ സ്റ്റെപ്പാണ് നെക്സ്റ്റ് 5th സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ പിന്നെ നമ്മളെ പ്രോബ്ലത്തിൻ്റെ ആൻസർ മൊത്തം തെറ്റും, പിന്നെ മാർക്ക് ഒട്ടും ഉണ്ടാവില്ല, 0 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിതാണ്. അപ്പോൾ ഫോർമുലേഷൻ ഓഫ് 5th സ്റ്റെപ്പാണ് ഫോർമുലേഷൻ ഓഫ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോം ചെയ്യലാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രോബ്ലംസും കുറച്ച് ചെയ്തതാണ്. അപ്പോൾ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിനകത്ത് നമുക്ക് BR മെട്രിക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ BX മെട്രിക്സ് ഉണ്ടാവും അല്ലേ. BR മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ റിഡൻഡൻസിന്, നമ്മളെ റിഡൻഡൻസ് അല്ല, നമ്മളെ ഇതാണ് സിസ്റ്റം കോർഡിനേറ്റ്സിന്, നമ്മൾ സ്ട്രക്ചർ കോർഡിനേറ്റ്സ് R1 R2ന് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സ്. BX ആണെങ്കിൽ നമ്മൾ റിഡൻഡൻസിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സ്. ഓക്കെ, അതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെയുള്ള സ്ട്രക്ചർ കോർഡിനേറ്റ്സ് എടുക്കുക, അതിനകത്ത് R1 R2 X1 X2 ഉണ്ട്, അതിന് ഓരോന്നിനും യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മളതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക, ഓരോ മെമ്പറിൻ്റെയും എലിമെൻറ്റ് കോർഡിനേറ്റ്സ്. നമ്മൾ എലിമെൻറ്റ് കോർഡിനേറ്റ്സ് എടുക്കുന്നത് ക്ലോക്ക് വൈസിലാണ് എടുത്തിരിക്കുന്നത്. 1 2 3 4 4 എലിമെൻറ്റ് കോർഡിനേറ്റ്സ് ഉണ്ട് അല്ലേ ഓരോന്നിൻ്റെ കേസിലും.
4 എലിമെൻറ്റ് കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ 4 എലിമെൻറ്റ് കോർഡിനേറ്റ്സിൻ്റെ വാല്യൂസും കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ R1-നും R2-നും X1-നും X2-നും യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യുക R1 = 1. R1-ന് യൂണിറ്റ് വാല്യൂ കൊടുക്കുക. R1 എന്ന് പറയുന്നത് നമ്മളിവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് R1 ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് R1 = 1 ഉണ്ടെങ്കിൽ ഇതൊരു ഫിക്സഡ് സപ്പോർട്ടാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ എന്താണ് ഈ ഒരു R1 = 1-നെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടോട്ടൽ മൊമെൻറ്റ് = 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് വരും, ഈ ഒരു ഫിക്സഡ് സപ്പോർട്ടിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു മൊമെൻറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും, അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ 1 എന്നുള്ളത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു ബീമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സ്പാനായിട്ട് വരയ്ക്കുക. ഫസ്റ്റ് സ്പാൻ, സെക്കൻഡ് സ്പാൻ എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഫിക്സഡ് സപ്പോർട്ടിൽ എന്ത് വന്നു, ഇവിടെ R1 = 1 എന്നുള്ളതുകൊണ്ട് ഫിക്സഡ് സപ്പോർട്ടിൽ എന്ത് വരും, ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒരു 1 വരും. ഓക്കെ, ക്ലോക്ക് വൈസിൽ 1 വരും. പിന്നെ നമ്മളിവിടെ ഈ ഒരു ഇതിൻ്റെ കേസിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്ത 1 എന്നുള്ള വാല്യൂ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1. ഓക്കെ, പിന്നെ ഈ ജോയിൻറ്റിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഈ ജോയിൻറ്റിൽ ടോട്ടൽ റിയാക്ഷൻ R1 = 1 ആണ് വേണ്ടത്. അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത വാല്യൂ അതാണ് വേണ്ടത്. ഇവിടെ വേറെ ഒന്നും, അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, ഇവിടെ 0 വരും. സോ ഇവിടെയും 0 തന്നെ വരും. എന്നുവെച്ചാൽ അപ്പോൾ ഇവിടെ കൂട്ടുമ്പോൾ 1 + 0 1 കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -1 1 0 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ മെട്രിക്സ് എഴുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് അടുത്ത പേജിലുണ്ടത് R1 = 1 കൊടുക്കുക. R1 = 1 കൊടുത്തിട്ട് നമ്മൾ ഓരോ എലിമെൻറ്റ് കോർഡിനേറ്റ് എഴുതുക. ഫസ്റ്റത്തെ എലിമെൻറ്റ് കോർഡിനേറ്റ് എന്താ, ക്ലോക്ക് വൈസിൽ 1, സോ പോസിറ്റീവ് +1. സെക്കൻഡ് എലിമെൻറ്റ് കോർഡിനേറ്റ് എന്താ, ആൻറ്റി ക്ലോക്ക് വൈസിൽ 1, സോ -1. തേർഡ് എലിമെൻറ്റ് കോർഡിനേറ്റ്സ് എന്താ, 0. ഫോർത്ത് എലിമെൻറ്റ് കോർഡിനേറ്റ് എന്താ, 0. ഓക്കെ, ഇനി അതുപോലെ R2 = 1 കൊടുക്കുക. എന്നിട്ട് R2 = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് R1 = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയത്. ദെൻ R2-ന് 1 അപ്ലൈ ചെയ്യുക. R2 എന്ന് പറയുമ്പോൾ ഈ എൻഡിൽ മൊമെൻറ്റ് R1, R2 = 1. സോ ഈ ഫിക്സഡ് എൻഡിൽ ഒരു മൊമെൻറ്റ് ഉണ്ടാവും. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇവിടെ ക്ലോക്ക് വൈസിൽ മൊമെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് കിട്ടി. പിന്നെ ഈ ഒരു ബീമിൽ ടോട്ടൽ മൊമെൻറ്റ് 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് വരും, ഇവിടെ ക്ലോക്ക് വൈസ് ഉണ്ടാകുമ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ മൊമെൻറ്റ് അപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ അങ്ങനെ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1 വരും. പിന്നെ ഈ ഒരു ജോയിൻറ്റിൽ ടോട്ടൽ മൊമെൻറ്റ് 0 ആണല്ലോ. അവിടെ ഒന്നും അപ്ലൈ ചെയ്തിട്ട് ഒന്നുമില്ല, വേറെ മൊമെൻറ്റും ഒന്നുമില്ല, എക്സ്റ്റേണൽ മൊമെൻറ്റും ഒന്നുമില്ല, ടോട്ടൽ മൊമെൻറ്റ് 0. സോ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് വന്നതുകൊണ്ട് ഇവിടെ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ക്ലോക്ക് വൈസിൽ 1 അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് 1 ക്ലോക്ക് വൈസ് 1 ആഡ് ചെയ്ത് നമുക്ക് 0 കിട്ടും. പിന്നെ ഇവിടെയുള്ളത് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത R2 = 1 എന്നുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെട്രിക്സ് എന്താ വരിക, R2 = 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, R2-ന് 1 കൊടുക്കുക എലിമെൻറ്റ് കോർഡിനേറ്റ്. ഇവിടെ ക്ലോക്ക് വൈസിൽ 1, സോ 1. നെക്സ്റ്റ് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1, സോ -1. ഇവിടെ ക്ലോക്ക് വൈസിൽ 1, അത് 1. ദെൻ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1, അത് -1. ഓക്കെ, R2 = 1. അപ്പോൾ നമ്മൾ BR മെട്രിക്സ് കിട്ടും. അങ്ങനെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെയുണ്ട് ഈ മെട്രിക്സിൻ്റെ അകത്ത് R1 = 1-ഉം R2 = 1-ഉം. അപ്പോൾ R1-ന് 1 നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എലിമെൻറ്റ് കോർഡിനേറ്റ് 1 -1 0 0. R2-ന് അപ്ലൈ ചെയ്യുമ്പോൾ 1 -1 1 -1 വരും. അപ്പോൾ ആ മെട്രിക്സാണ് എന്ത് വരുന്നത്, അതിൻ്റെ BR മെട്രിക്സ്. അപ്പോൾ BR മെട്രിക്സ് ഇവിടെ സെപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് എഴുതുക, BR മെട്രിക്സ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, നമ്മൾ റിഡൻഡൻസി X1 X2 എന്ന് പറയുന്ന റിഡൻഡൻസിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. റിഡൻഡൻസിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് എലിമെൻറ്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. റിഡൻഡൻസ് എന്ന് വെച്ചാൽ ഇവിടെയുള്ള റിയാക്ഷൻ, ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ X1 = 1 അപ്ലൈ ചെയ്യുക. ദെൻ ഇതിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കുക. ഇവിടെ ഒരു 1 എന്ന് പറയുന്ന ലോഡ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്തായിരിക്കും, 1 × ആ ഡിസ്റ്റൻസ് അല്ല, 1 × a ഡിസ്റ്റൻസ് 4 മീറ്റേഴ്സ് ഓഫ് 4 മീറ്റർ. ഏത് ഡയറക്ഷനിൽ ഉണ്ടാവുക, ആൻറ്റി ക്ലോക്ക് വൈസിൽ 4 മീറ്റർ ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യും, ടോട്ടൽ മൊമെൻറ്റ് 0 ആക്കാൻ വേണ്ടി അവിടെ ക്ലോക്ക് വൈസിൽ 4 kN മീറ്റർ ലോഡ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്. ഇവിടെ അപ്പോൾ എന്താ വരിക, ക്ലോക്ക് വൈസിൽ 4. ഇവിടെ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് വരും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുക ഫിക്സഡ് എൻഡിൽ, അങ്ങനെ 0 ആവും. അപ്പോൾ ഇവിടെ 4 kN 4 എന്ന് പറയുന്ന വാല്യൂ വരും, 4 എന്ന് പറയുന്ന വാല്യൂ വരും. ഓക്കെ, ദെൻ ഇവിടെയോ, ഇവിടെ എന്ത് വരാം, നമ്മൾ നേരത്തെ ചെയ്തതാണ്, ഇതൊക്കെ 0 ആയിരിക്കും. എന്നാൽ ഈ റിയാക്ഷൻ്റെ ആ ഡിസ്റ്റൻസ് 0, അതുപോലെ തന്നെ ബാക്കിയെല്ലാം
മൊമെൻറ്റും ബാക്കിയുള്ള എലിമെൻറ്റ് കോർഡിനേറ്റ്സും 0 വരും. ഓക്കെ, അപ്പോൾ x1 = 1 എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിൽ 4, ബാക്കിയെല്ലാം 0 0 0. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. x1 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ 4 വരും. ഫസ്റ്റ് എലിമെൻറ്റ് കോർഡിനേറ്റ് 4, ബാക്കി എല്ലാ എലിമെൻറ്റ് കോർഡിനേറ്റും 0 0 0. ഇനി അടുത്തത് x2 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. x2 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പം എന്താ വരിക? x2 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ x2 ഇവിടെയാണ്. x2 = 1 എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്യാം. ദെൻ ഇവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്തായിരിക്കും? ഇവിടെ x2 കൊണ്ട് ക്ലോക്ക് വൈസിൽ 6 × 4 10 10 kN എന്നുള്ള ലോഡ് ഉണ്ടാവും, മൊമെൻ്റ് ഉണ്ടാവും. സോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്ലോക്ക് വൈസിൽ ഇവിടെ 10 വരും ഫിക്സഡ് എൻഡിൽ. ഓക്കെ, ആ ഫിക്സ്ഡ് എൻഡിൽ ക്ലോക്ക് വൈസിൽ 10 വരും. പിന്നെ ഈ ഒരു ഇവിടെ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 1 × 6 1 × 6 എന്താണ്? ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ വരും. 1 × 6. സോ ഇവിടെ എന്ത് വരും? 1 × 6 ക്ലോക്ക് വൈസിൽ വരും. 1 × 6 അവിടെ ക്ലോക്ക് വൈസിൽ വരും. പിന്നെ ഈ ഒരു ജംഗ്ഷനിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് തരിക? ഇവിടെ ക്ലോക്ക് വൈസിൽ 1 × 6 ഉള്ളതുകൊണ്ട് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 6 അപ്ലൈ ചെയ്യുക. സോ ആ ജംഗ്ഷനിൽ 0 ആവും. അങ്ങനെയാണ് അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഫിക്സ്ഡ് എൻഡിൽ 6 ക്ലോക്ക് വൈസിൽ വരും. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയതുകൊണ്ട് ക്ലോക്ക് വൈസിൽ ഇവിടെ വരും. ദെൻ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ എന്താ വരിക? 1 × 6 ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് വരുമ്പോൾ അവിടെ ക്ലോക്ക് വൈസിൽ വരും. അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസിൽ 1 × 6 വരും. ഓക്കെ, സോ പിന്നെ ഈ ജംഗ്ഷനിൽ 0 ആക്കണം. ആ ജംഗ്ഷനിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ക്ലോക്ക് വൈസിൽ 6 ഉണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ 6 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആവില്ല ടോട്ടൽ മൊമെൻറ്റ്. സോ ആൻറ്റി ക്ലോക്ക് വൈസ് 6 വരും. അപ്പോൾ അതിൻ്റെ x2 നമ്മൾ യൂണിറ്റ് വാല്യൂ കൊടുക്കും. അതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്സ് ഇങ്ങനെയാണ് വരുന്നത്. ആദ്യത്തെ എലിമെൻറ്റ് കോർഡിനേറ്റ് ക്ലോക്ക് വൈസിൽ 10, സെക്കൻഡ് എലിമെൻറ്റ് കോർഡിനേറ്റ് ആൻറ്റി ക്ലോക്ക് വൈസിൽ 6, തേർഡ് എലിമെൻറ്റ് കോർഡിനേറ്റ് ക്ലോക്ക് വൈസിൽ 6, ഫോർത്ത് എലിമെൻറ്റ് കോർഡിനേറ്റ് 0. അപ്പോൾ ഇതാണ് നമ്മൾ BX മെട്രിക്സ് വരുന്നത്. x1 = 1, x2 = 1 അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് BX മെട്രിക്സ്. ഓക്കെ, അപ്പോൾ BR മെട്രിക്സും കിട്ടി, നമുക്ക് BX മെട്രിക്സും കിട്ടി. ഓക്കെ, ഇനി ബാക്കി സ്റ്റെപ്പ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.